ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പശ്ചിമ ബംഗാളിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 420 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദേശീയപാത പദ്ധതികൾ, ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിലെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ അദ്ദേഹം നാടിന് സമർപ്പിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സിൽച്ചാർ ഹൈസ്പീഡ് കോറിഡോർ, സിൽച്ചാർ ടൗൺ ഫ്ലൈ ഓവർ, പതർകാണ്ടി അഗ്രികൾച്ചറൽ കോളേജ് എന്നിവയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. ദക്ഷിണ അസമിലെ ബാരാക് വാലി ഇന്ത്യയെ തെക്കുകിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം 15ാം ദിവസത്തിലും അയവില്ലാതെ തുടരുന്നു. ഇറാൻ, ലബനൻ, ഇസ്രയേൽ എന്നിവിടങ്ങളിലായി മരണസംഖ്യ 2000 കടന്നു. ഇറാനിലെ ഗാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഇവിടെ നിന്നാണ്. എന്നാൽ മേഖലയിലെ എണ്ണ വിതരണ സംവിധാനങ്ങളെ അമേരിക്ക ആക്രമിക്കില്ല എന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇതിന് മറുപടിയായി മേഖലയിലെ മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ എല്ലാ സേവനങ്ങളും പതിവ് പോലെ തുടരുന്നതായി എംബസി അറിയിച്ചു. എംബസിയുടെ കീഴിലുള്ള 4 ഇന്ത്യൻ ആപ്ലിക്കേഷൻ സെന്ററുകളും പ്രവർത്തനക്ഷമമാണെന്നും റമദാൻ പ്രമാണിച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയായിരിക്കും ഇവയുടെ പ്രവർത്തന സമയമെന്നും എംബസി അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള ഗാർഹിക പാചകവാതക വിതരണത്തെയും അവശ്യ മേഖലകളെയും പിന്തുണയ്ക്കുന്നതിനായി LPG ലഭ്യത നിലനിർത്തുന്നതിന് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭാരത് പെട്രോളിയം അറിയിച്ചു. ഏകോപിത ശ്രമങ്ങളിലൂടെ സ്ഥിരമായ LPG വിതരണം തുടരുന്നുവെന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം രാജ്യത്ത് ഇന്നലെ 15 ലക്ഷത്തിലധികം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. LPG പൗരന്മാരുടെ വീട്ടുപടിക്കൽ തടസ്സമില്ലാതെ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ബോട്ടിലിംഗ് പ്ലാന്റുകളും LPG വിതരണക്കാരും തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് HPCL സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. എറണാകുളം ജില്ലയിൽ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. പാചകവാതക ഏജൻസി പ്രതിനിധികൾ, കമ്പനി പ്രതിനിധികൾ, ഉപഭോക്തൃകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ പാചകവാതക വിതരണം സുഗമമായി തുടരുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും ഗാർഹിക ആവശ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിലവിൽ തടസ്സങ്ങളില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ ഇന്നും മന്ത്രിസഭാ യോഗം ചേരും. വൈകുന്നേരം 7 മണിക്ക് ഓൺലൈൻ ആയാണ് യോഗം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സിനിമാ നയം, പട്ടയഭൂമി ഉപയോഗം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടിരുന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം 1,58,212 പേർ കൂടി വോട്ടർ പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,60,51,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരളം 13ാമതും ഈസ്റ്റ് ബംഗാൾ 5ാമതുമാണ്. ഇന്ന് വൈകിട്ട് 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. FIH വനിതാ ഹോക്കി ക്വാളിഫയർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7:30 തെലങ്കാനയിലെ GMC ബാലയോഗി ഹോക്കി ഗ്രൗണ്ടിലാണ് മത്സരം. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ഡ്രോൺ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് സാംബ ജില്ലയിലെ നിരവധി ഗ്രാമങ്ങളിൽ സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചു. രാംഗഡ് സെക്ടറിലെ ഗ്രാമങ്ങളിൽ ഇന്നലെ രാത്രി വൈകി ഡ്രോണുകളുടെ നീക്കം ശ്രദ്ധയിൽപ്പെട്ടു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളോ മയക്കുമരുന്നോ കടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രദേശത്ത് കർശന നിരീക്ഷണം ഏർപ്പെടുത്തി. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ജമ്മു കാശ്മീരിലെ RSപുര സെക്ടറിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കടത്തിയ 20 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഹെറോയിൻ സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. PM ലാപ്ടോപ്പ് സ്കീം പ്രകാരം കേന്ദ്ര സർക്കാർ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പോ 25,000 രൂപയുടെ സാമ്പത്തിക സഹായമോ നൽകുന്നുണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.